إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ കരുണാവാരിധിയായ സ്നേഹവാത്സല്യനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെ കൂടിയിരിക്കുന്ന ഒരു സന്ദർഭം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് സ്വർഗാവകാശിയായ ഒരു യുവാവ്, ഒരു മനുഷ്യനിപ്പോ കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയാണ്. സ്വഹാബികളെല്ലാവരും ആരാണ് റസൂലുള്ള പറഞ്ഞ ആ സ്വർഗാവകാശിയായ ആ മനുഷ്യൻ?
ആ യുവാവിനെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ടോ ഫതലഅ റജുലുൻ മിനൽ അൻസാർ, ആ സമയത്ത് അൻസാറുകളിൽപ്പെട്ട ഒരു യുവാവ് അങ്ങോട്ട് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ നിന്ന് വുളു എടുത്തതിന്റെ ആ വെള്ളം അങ്ങനെ ഇറ്റി ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. ഫലമ്മാ കാന, അങ്ങനെ അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പുമുണ്ടായിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം. فلما كان الغد كان النبي صلى الله عليه وسلم مثل ذلك. അങ്ങനെ ആ ദിവസം കഴിഞ്ഞുപോയി. അടുത്തൊരു ദിവസം വന്നു. ആ ദിവസത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇങ്ങനെ കൂടിയിരുന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോ നിങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വരും, അവൻ സ്വർഗാവകാശിയാണ്. വീണ്ടും സ്വഹാബികൾ അത്ഭുതത്തോടുകൂടി ആരാണ് ഈ സ്വർഗാവകാശി? ആ മനുഷ്യനെ ഒന്ന് നേരിൽ കാണുവാൻ വേണ്ടി സ്വഹാബികൾ കാത്തിരുന്നു. വീണ്ടും ഇന്നലെ വന്ന അതേ യുവാവ് വുളുവെടുത്ത് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ നിന്ന് വെള്ളമിറ്റി വീണുകൊണ്ട് അദ്ദേഹം നടന്നു വരുന്നത് അദ്ദേഹം വീണ്ടും കാണുകയാണ്. അങ്ങനെ വീണ്ടും ഒരു ദിവസം കടന്നുപോയി. അങ്ങനെ മൂന്നാമത്തെ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലേക്ക് ഇപ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരും, അവൻ സ്വർഗാവകാശിയാണ്. ആ മനുഷ്യനെ കാണുവാൻ വേണ്ടി അന്നും സ്വഹാബികൾ കാത്തിരുന്നു. അന്നും വന്നത് ആദ്യത്തെ ദിവസം പറഞ്ഞ അതേ മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, ഈ യുവാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞങ്ങളിൽ നിന്ന് വ്യത്യാസമായി കൊണ്ട് സ്വർഗാവകാശിയാവാൻ മാത്രം എന്താണ് ഈ മനുഷ്യൻ, ഈ സ്വഹാബി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയെ പിന്തുടർന്നു. അങ്ങനെ പിന്തുടരുകയും ആ യുവാവിന്റെ കൂടെ 3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. 3 ദിവസം ആ സ്വഹാബിയുടെ കൂടെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു താമസിച്ചു. അങ്ങനെ താമസിച്ചതിന് ശേഷം യാതൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു അത്ഭുതമായി കൊണ്ട്, ഞങ്ങളിൽ നിന്ന് വ്യത്യാസമായി കൊണ്ട് ആ മനുഷ്യൻ വേറൊന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മനസ്സിലാകാൻ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് ആ യുവാവിനോട് അദ്ദേഹം കാര്യങ്ങളൊക്കെ നടന്നതൊക്കെ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടു, എപ്പോഴൊക്കെ താങ്കൾ നടന്നു വന്നോ അപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതാ ഈ വ്യക്തി സ്വർഗാവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഞങ്ങളിൽ നിന്ന് വ്യത്യാസമായി കൊണ്ട് എന്താണ് താങ്കൾ ചെയ്യുന്നത്, അതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആ യുവാവിനോട് പറയാം. ആ സമയത്ത് ആ യുവാവ് തിരിച്ച് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ. അദ്ദേഹം പറയുന്നത്, എന്റെ ഹൃദയത്തിൽ മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് യാതൊരാളോടും എനിക്ക് യാതൊരു വെറുപ്പുമില്ല. അതുപോലെ തന്നെ വലാ അഹ്സദു അഹദൻ അലാ അഖിരിൻ അലാ ഖൈരിൻ അതാഹുല്ലാഹു ഇയ്യാ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയതിൽ ചില ആളുകൾക്ക് അല്ലാഹു കൂടുതൽ റിസ്ക് നൽകി, ചില ആളുകൾക്ക് കുറവ് നൽകി. പക്ഷേ എന്തൊക്കെയായാലും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ എനിക്കൊരു അസൂയയുമില്ല, ഒരാളോടും എനിക്കൊരു പകയില്ല, ഒരു വെറുപ്പുമില്ല, ഒരു അസൂയയുമില്ല. പ്രിയമുള്ളവരെ, അതായിരുന്നു ആ മനുഷ്യനെ സ്വർഗാവകാശിയായി മാറ്റിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോ അദ്ദേഹം എന്താണ് ചെയ്തത്? മറ്റുള്ളവരോട് വിട്ടുവീഴ്ച കാണിച്ചു, മറ്റുള്ള ആളുകൾക്ക് പുറത്തു കൊടുത്തു. ജീവിതത്തിൽ യാതൊരു തരത്തിലുമുള്ള ഹൃദയത്തിൽ അസൂയയോ വെറുപ്പോ അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല എന്നുള്ളതാണ്. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അദ്ദേഹം പാടുന്ന ഒരു കവിത നമുക്ക് കാണാം. ലമ്മാ അഫൗതു വലം അഹ്ഖിദ് അലാ അഹദിൻ. അദ്ദേഹം പറയാണ്, എന്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരോട്, മുഅ്മിനീങ്ങളോട്, ജനങ്ങളോട് ഉള്ളിലുണ്ടായിരുന്ന അസൂയയും പകയുമെല്ലാം അദ്ദേഹം മാറ്റിവെച്ചപ്പോ എന്റെ ജീവിതം കൂടുതൽ സ്വസ്ഥതയുള്ളതായി മാറി. എനിക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം എനിക്ക് ലഭിച്ചു എന്ന് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ കവിതയിലൂടെ പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ടത് വിട്ടുവീഴ്ചയാണ്. ഈ ദുനിയാവിൽ തന്നെ വിട്ടുവീഴ്ചയിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്വസ്ഥതയാണ്, സമാധാനമാണ് എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ എന്താണ് നേട്ടങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. റഹിമല്ലാഹു റജുലൻ സമഹൻ ഇദാ ബാഅ വ ഇദാ ഇശ്തറ വ ഇദാ ഖതല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾക്ക്, അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സറഹു അൻ യുൻജിയഹു അല്ലാഹു ഫീ ഖർബി യൗമിൽ ഖിയാമ. റസൂൽ പറയാണ്, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ചില ആളുകൾ, അങ്ങനെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അങ്ങനെ ആ രക്ഷപ്പെടുത്തുന്നതിൽ സന്തോഷിക്കുന്നുവെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെ പടച്ച റബ്ബ് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ. ആരാണ് ആ ആളുകൾ? ആ ആളുകൾ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫൽയൻദുർ മുഅസിറൻ ഔ ലിയള അൻഹു. കടങ്ങളുള്ള ആളുകൾക്ക് അവരുടെ പിരിമുറുക്കങ്ങൾ, അത് പ്രയാസങ്ങൾ, ആ പ്രയാസത്തിൽ നിന്ന് ഒരു ഇഴവ് നൽകുന്ന, ഒരു എന്താ പറയാ, ഒരു മാപ്പ് ചെയ്തു കൊടുക്കുന്ന, വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു നാളെ പരലോകത്ത് രക്ഷ കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നത് നമുക്ക് കാണാം. അപ്പൊ ഏതൊരു അവസ്ഥയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട്, ഏറ്റവും നല്ല സൗമ്യമായി പെരുമാറിക്കൊണ്ട് അങ്ങനെ തൊയ്യവായ ഒരു മുഅ്മിനായി മാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് വിട്ടുവീഴ്ചയിൽ തന്നെ ഏറ്റവും വലിയ മാതൃക ആരാണ്? നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. ആ പ്രവാചകനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം ഖുർആനിൽ. സൂറത്തു ആൽ ഇംറാനിലെ 159ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ് ലൻഫളൂ മിൻ ഹൗലിക്. പ്രവാചകരെ, അല്ലാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹം കാരണം താങ്കൾ ആളുകളോട് സൗമ്യമായി പെരുമാറുന്നു, ആളുകൾക്ക് വിട്ടുവീഴ്ച താങ്കൾ നൽകുന്നു. ഇനി അതല്ല, താങ്കൾ ഒരു കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, താങ്കളുടെ ഹൃദയം, താങ്കളുടെ സ്വഭാവം ഒരു പരുക്കൻ സ്വഭാവമായിരുന്നുവെങ്കിൽ ആളുകൾ താങ്കളുടെ ചുറ്റും കൂടുമായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. അവിടെ പോലും റസൂലിനോട്, ആ റസൂലിന്റെ ഉത്തമ സ്വഭാവമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് ആളുകൾക്ക് വിട്ടുവീഴ്ച, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുക എന്നുള്ളതാണ്. ഏറ്റവും സൗമ്യമായി പെരുമാറുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഉദാത്തമായ ചരിത്രങ്ങൾ, സംഭവങ്ങൾ കഴിഞ്ഞുപോയ ചരിത്രത്തിലേക്ക്, മുൻഗാമികളുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മഹാനായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ചരിത്രം നമുക്ക് കാണാം. കുൻതു അംശി മഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ബുർദുൻ നജ്റാനിയുൻ ഗലീദുൽ ഹാഷിയ, റസൂലുള്ളാഹി ഒരു നജ്റാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരൽപ്പം പരിപരിക്കനായ ഒരു ഷാള് റസൂലുള്ളാഹി അണിഞ്ഞിരുന്നു. ഒരൽപ്പം പരിപരിക്കനായ ഒരു ഷാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അണിഞ്ഞിരുന്നു. ആ സമയത്ത് ഫഅദ്റകഹു അഅറാബിയുൻ ഫജദബഹു ജദ്ബതൻ ശദീദതൻ, ഒരു അഅറാബിയായ, അനർബിയായ, അറബിയല്ലാത്ത ഒരു മനുഷ്യന് വരികയും ആ റസൂലുള്ളാഹിയുടെ ആ ഷാള് അതൊരു വല്ലാത്തൊരു വലി വലിച്ചു, ശദീദായ ഒരു വലി വലിച്ചു. ആ ഒരു വലിയിൽ റസൂലുള്ളാഹിക്ക് അത് വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കി എന്നാണ്, അല്ലെ? പരിവരുത്ത ഒരു ഷാള് നമ്മളുടെ കഴുത്തിലൂടെ, നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് ആ ഷാള് പിടിച്ചൊരൊറ്റ വലി വലിച്ചാൽ എത്രമാത്രം പ്രയാസം നമുക്കുണ്ടാകും, എന്തൊരു വേദന നമുക്കുണ്ടാകും, എത്ര കോപിതനാകും നമ്മൾ. എന്നാൽ എന്നിട്ട് ആ ഷാള് വലിച്ചുകൊണ്ട് ആ അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹിയോട് പറഞ്ഞു എന്നാണ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് എനിക്ക് നൽകാൻ സ്വഹാബികളോട് കൽപ്പിക്കൂ എന്ന് റസൂലുള്ളാഹിയോട് ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു എന്നാണ്. അപ്പൊ എത്രമാത്രം പ്രയാസത്തിലാണ് റസൂൽ നിൽക്കുന്നത്. ഒരുപാട് സ്വഹാബികളുടെ ആ കൂട്ടത്തിനിടയിൽ ഒരു മനുഷ്യൻ വന്നിങ്ങനെ ചെയ്യുമ്പോ, എന്നിട്ട് ഇങ്ങനെ ഒരു വർത്തമാനം കൂടി പറയുമ്പോൾ
പറയുമ്പോ എത്രമാത്രം ശാരീരികമായി റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടി, പ്രയാസങ്ങൾ അനുഭവിച്ചു, വേദന ഉണ്ടായി. എന്നിട്ട് ആ സമയത്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയണം, എന്താണ് റസൂലുള്ളാഹിയുടെ ആ പ്രതികരണം? അങ്ങനെ റസൂൽ സ്വഹാബികളിലേക്ക് തിരിഞ്ഞു. എങ്ങനെ? പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, സുമ്മ അമറ ലഹു ബിതോഅ, നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ നിന്ന് ആ മനുഷ്യന് നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നാണ്. അപ്പോ റസൂലിന്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ത്വയ്യിബായ ഏറ്റവും നല്ല വിട്ടുവീഴ്ചയുടെ ആ ഒരു സ്വഭാവം, ആ വലിയ മാതൃക നമുക്ക് കാണുവാൻ സാധിക്കും. മക്ക വിജയത്തിന്റെ സന്ദർഭങ്ങൾ നമുക്ക് കാണാം. എന്താണ്? മക്കയിൽ ജീവിച്ചിരുന്ന ഒരു ജനപദം, ആ ജനപദത്തെ മുഴുവൻ അവിടെ നിന്ന് മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളെ പിന്നീട് അവിടെ നിന്ന് ആട്ടി പുറത്താക്കി. അവർക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ ഒരുപാട് മർദ്ദനങ്ങൾ, മുശ്രിക്കീങ്ങളുടെ കൈകളിൽ നിന്ന് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുടെ മരണങ്ങൾ, ആ മരണങ്ങൾ അവിടെ സംഭവിക്കുകയുണ്ടായി. അങ്ങനെ ആ മക്ക ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കഴിഞ്ഞ് അവസാനം അത് വിജയിച്ച് പിടിച്ചെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരാം. മക്കയിലേക്ക് ഒരു വലിയ മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ ഒരു സൈന്യം മക്കയിലേക്ക് ഇങ്ങനെ കടന്നു വരാം. ആ സമയത്ത് മക്കയിലുള്ളത് ഒരൽപ്പം മുശ്രിക്കീങ്ങൾ മാത്രം അന്ന് മക്കയിൽ ബാക്കിയാകാൻ. അന്നുണ്ടായിരുന്ന ആ സംഭവത്തെ കുറിച്ച് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്ന നമുക്ക് കാണാം. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കാണ്, മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം പറയാണ്, വലിയ ഒരു സൈന്യം, പ്രവാചകനും അതുപോലെ തന്നെ സ്വഹാബികളുമായിട്ടുള്ള വലിയ ഒരു സൈന്യം മക്കയിലേക്ക് കടന്നു വരാൻ. അപ്പോ മക്കയിലുള്ള മുശ്രിക്കീങ്ങളൊക്കെ ഉറപ്പിച്ചു, ഇന്ന് ഞങ്ങളുടെ അവസാനമാണ്, ഞങ്ങളിതാ വധിക്കപ്പെടുവാൻ പോവുകയാണ്. കാരണം അത്രമാത്രം മുഹമ്മദിനെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട്, അത്രമാത്രം അദ്ദേഹത്തെ ഞങ്ങൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല എന്നുള്ള രൂപത്തിൽ നിൽക്കാണ്. ആ ഒരു സമയത്ത് മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, അവരുടെ സംഘത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, ആ മക്ക വിജയത്തിന്റെ സംഘത്തിനിടയിൽ നിന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറയാണ്, അൽ യൗമു യൗമുൽ മൽഹമ, ഇന്ന് രക്തചീന്തലിന്റെ ദിവസമാണ് എന്ന് മുഅ്മിനീങ്ങൾക്കിടയിൽ നിന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാണ്. ഇന്ന് മക്കക്കാർക്ക്, അവിടെയുള്ള മുശ്രിക്കീങ്ങൾക്ക് രക്തപ്പാച്ചിലിന്റെ ദിവസമാണ് എന്ന് അവരിങ്ങനെ വിളിച്ചു പറയാണ്. ഈ വിവരം അറിഞ്ഞ ഉടൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വിളിച്ചു പറയുന്ന മനോഹരമായ വാക്കുകളുണ്ട്. റസൂലുള്ളാഹി പറയാണ്, അൽ യൗമു യൗമുൽ മർഹമ, ഇന്ന് റഹ്മത്തിന്റെ ദിവസമാണ്, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് വിട്ടുവീഴ്ചയുടെ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി പറയാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരാളെയും ഉപദ്രവിക്കാതെ മുഴുവൻ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സൗമ്യമായി അവരോട് പെരുമാറിക്കൊണ്ട് റസൂലുള്ളാഹി പറയാണ്, അൽ യൗമു യൗമുൽ മർഹമ. സ്വഹാബികൾ പോലും അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. അൽ യൗമു യൗമുൽ മർഹമ, ഇത്രമാത്രം നമ്മളെ പ്രയാസപ്പെടുത്തിയ ഈ മക്കക്കാരോട് എങ്ങനെ റസൂലുള്ളാഹിക്ക് അത് പറയാൻ പറ്റി എന്നുള്ളതാണ്. അൽ യൗമു യൗമുൽ മർഹമ, ഇന്നേ ദിവസം റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ആ റസൂലിന്റെ ജീവിതത്തിൽ നമുക്കുടനീളം കാണാനാകുന്നത് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ആ റസൂൽ തിരുദൂതൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിട്ടുവീഴ്ചകളാണ്, മാപ്പുകളാണ്. പിരിമുറുക്കങ്ങളിൽ നിന്നൊക്കെ, പ്രയാസങ്ങളിൽ നിന്ന് ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകുന്നത് നമുക്ക് കാണാം. ആ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നത് നമുക്ക് കാണാം. എങ്ങനെയായിരുന്നു ആ റസൂലിന്റെ ജീവിതം? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫാഹിഷൻ, റസൂലിന്റെ ജീവിതത്തിൽ അഭ്യാസം പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അങ്ങാടികളിൽ അൽ ഫുസൂഖ്, അങ്ങാടികളിൽ പോയിക്കൊണ്ട് അവിടെ നിന്ന് വർത്തമാനം പറയുകയും അങ്ങനെ അവിടെ നിന്ന് തിന്മയെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഒരു തിന്മ റസൂലിലേക്ക് ഒരു മനുഷ്യൻ ഒരു വർത്തമാനം പറഞ്ഞാൽ അതിനെ തിരിച്ചു നേരെ അതിനേപോലെ അതുപോലെ തിരിച്ചു പറഞ്ഞുകൊണ്ട്, ഒരു മനുഷ്യൻ കോപിതനായി കഴിഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെ കോപിതനായിക്കൊണ്ട് തിന്മ കൊണ്ട് റസൂലുള്ളാഹി ഒരിക്കലും പരിഹരിച്ചിട്ടില്ല. മറിച്ച് റസൂൽ ഓരോ കാര്യങ്ങളെ പരിഹരിച്ചത് എങ്ങനെയാണ്? റസൂലിനെ ഉപദ്രവിച്ചവരോട് പോലും റസൂൽ പ്രതികരിച്ചത് തിരിച്ച് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ്, മാപ്പ് കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് തിരിച്ച് മറുപടി കൊടുത്തത്. തിന്മകൾക്കെതിരെ നന്മ കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെതിരെ പ്രവർത്തിച്ചത് എന്ന്
നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നമുക്ക് കാണാം. മഹാനായ സ്വഹാബി ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്ന കാണാം, ഒരിക്കൽ റസൂലിനെ ഞാൻ കാണുകയുണ്ടായി. ലഖൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ കണ്ടുമുട്ടി. ഫഖാല ലി, ആ സമയത്ത് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, യാ ഉഖബ, യാ ഉഖബത്ത് ഇബ്നു ആമിർ, അല്ലയോ ഉഖബത്ത് ഇബ്നു ആമിർ, സിൽ മൻ ഖതഅക, നിന്നോട് നിന്റെ കുടുംബ ബന്ധം വിച്ഛേദിച്ച ആളുകൾ, അവരോട് പോയിക്കൊണ്ട് നീ ബന്ധം പുലർത്തുക. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വാക്കാണ്. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റസൂൽ എന്താ പറയുന്നത്? സിൽ മൻ ഖതഅക, നിന്നോട് ആരാണോ കുടുംബ ബന്ധം വിച്ഛേദിച്ചത് അവരോട് പോയിക്കൊണ്ട് നീ കുടുംബ ബന്ധം പുലർത്തുക. വഅതി മൻ ഹറമക, ഉണ്ടായ കാലത്ത്, കയ്യിലുണ്ടായ കാലത്ത് നിനക്ക് തരാതെ തടഞ്ഞു വെച്ച ആളുകൾ ആരാണോ അവർക്ക് നീ നൽകിക്കൊള്ളുക. എന്നിട്ടോ വഅഫു അമ്മൻ ളലമക, നിനക്ക് ഉപദ്രവം വന്നാലും നിന്നോട് അക്രമം ചെയ്ത ആളുകൾ അവരോട് നീ മാപ്പ് നൽകുക. സുബ്ഹാനല്ലാഹ്, എന്തൊരു മധുരമുള്ള മതമാണ് ഇസ്ലാം എന്ന മതം, അല്ലേ? എന്താണ് പറയുന്നത്? നമ്മളോട് നമ്മളുടെ ബന്ധം വിച്ഛേദിച്ച ആളുകൾ, ആ ആളുകൾ പോലും അത്ഭുതപ്പെടും രൂപത്തിൽ നമ്മളോട് ദേഷ്യം കൽപ്പിച്ച, നമ്മളോട് തിരിച്ച് വലിയ അഭ്യാസങ്ങൾ പറഞ്ഞ ആളുകളോട് അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് സലാം പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല റഹ്മത്തിന്റെ ഒരു പെരുമാറ്റം പെരുമാറുമ്പോ അവരുപോലും അത്ഭുതപ്പെട്ടു പോകും. എന്തു പറ്റി ഈ മനുഷ്യന്? അങ്ങനെ ജീവിതത്തിലുടനീളം തനിക്ക് തരാതെ പിടിച്ചു വെച്ച ആളുകൾ, ആ ആളുകൾക്ക്, അവർക്ക്, നമുക്ക് നമ്മളുടെ കൈകളിലേക്ക് വരുമ്പോ തിരിച്ചവരിലേക്ക് പോയിക്കൊണ്ട് അല്ലാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് അവരിലേക്ക് നൽകുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തു പറ്റി ഈ മനുഷ്യന് എന്ന് അവരുടെ വാക്കിന് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, മറിച്ച് വജ്ഹുല്ലാഹ്, അല്ലാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ അധ്യാപനങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോക്കൂ, എത്ര മനോഹരമാണ് നമ്മുടെ മതം, എത്ര ത്വയ്യിബാണ് നമ്മളുടെ മതം, അല്ലേ? ജൂതന്മാരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറുകളിൽ ഏർപ്പെടുന്നു, അഹദിൽ ഏർപ്പെടുന്നു. അങ്ങനെ ആ കരാറുകൾ ജൂതന്മാര് തന്നെ അതിനെ തെറ്റിച്ചുകൊണ്ട് വളരെ ഗുരുതരമാക്കി കളയുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറയുന്നത് നമുക്ക് കാണാം, ഫഅഫു അൻഹും, അവർക്ക് നീ മാപ്പ് കൊടുക്കുക റസൂലേ. വസ്ഫഹ്, അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുക അവരോട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിനേറെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. മറ്റൊരു സ്വഹാബിയുടെ ചരിത്രം, ഈ ചരിത്രങ്ങളും ഈ ഹദീസുകളും ഓരോന്നോരോന്നായി പറയുന്നത് വിട്ടുവീഴ്ചയുടെ മഹാത്മ്യം നമ്മളുടെ ഇസ്ലാമിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ആ വിട്ടുവീഴ്ചയിലൂടെ എത്രത്തോളം ത്വയ്യിബാവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. മഹാനായ സ്വഹാബി മുസ്തഹ് റളിയല്ലാഹു അൻഹു, മുസ്തഹ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സഹോദരിയുടെ പുത്രനാണ് മുസ്തഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ദരിദ്രനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന് വേണ്ട ധനവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട മുഴുവൻ ഉപജീവന കാര്യങ്ങളും ഒക്കെ നോക്കിയിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്നാൽ ഒരു വേള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിക്കുകൾ പ്രചരിപ്പിച്ച ഒരു ആരോപണം, വ്യഭിചാര ആരോപണം ഉണ്ടായി. ആ ഒരു സമയത്ത് അത് സ്വഹാബികൾക്കിടയിൽ ഒരുപാട് അത് പ്രചാരണം നടന്നു. ആ പ്രചാരണം നടന്ന ആ ഇടക്ക് മുസ്തഹ് റളിയല്ലാഹു അൻഹു ആ മുനാഫിക്കുകളുടെ ആ ഭാഗം കേട്ടുകൊണ്ട് ആ പറഞ്ഞ ആരോപണങ്ങൾ പറഞ്ഞ ആ സ്വഹാബികളുടെ കൂടെ ആയിപ്പോയി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്യം അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കിന. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത കോപിതനായി. സ്വന്തം മകളെ കുറിച്ച്, എന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞ കൂട്ടത്തിൽ മുസ്തഹ് ഉണ്ടായിരുന്നല്ലോ എന്നുള്ള വല്ലാത്തൊരു ദേഷ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വരാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്, ഇനി ഞാൻ മുസ്തഹിന് യാതൊരു തരത്തിലുമുള്ള ഉപജീവനവും ധനവും നൽകുകയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അപ്പോൾ പറയാണ്, വലാ യത്ലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീൻ. നിങ്ങൾ യാത്രക്കാരായ ആളുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ, മിസ്കീനുകളായ ആളുകൾ, അതുപോലെ നിങ്ങൾക്കിടയിൽ ഫദ്ലുള്ള ശ്രേഷ്ഠരായ ആളുകൾ, അവർക്കൊക്കെ നിങ്ങൾ നൽകിക്കൊള്ളുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ സംഭവം നടന്നതിന് ശേഷം ഇറങ്ങിയ ആയത്താണ്, വലിയഅഫൂ
നിങ്ങൾ മാപ്പ് കൊടുക്കുക, വലിയസ്ഫഹു നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ആ പ്രയോഗം നിങ്ങൾ നോക്കൂ. നിങ്ങൾ മാപ്പ് കൊടുക്കുക, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, അലാ തുഹിബ്ബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അൻ യഗ്ഫിറല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. വല്ലാഹു ഗഫൂറുർ റഹീം. വല്ലാത്ത വാക്കാണ് പ്രിയമുള്ളവരെ. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ ആ വിട്ടുവീഴ്ച എന്നുള്ള സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തിനോട് പറയുന്നത് നമുക്ക് കാണാം. യാ ഇബ്നുൽ ഖത്താബ്, അല്ലയോ ഖത്താബിന്റെ മകനെ, ഫവല്ലാഹി മാ തുഅതീന അൽ ജുസ്ല താങ്കൾ ഞങ്ങൾക്ക് ധാരാളമായി നൽകുന്നില്ല. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ നേതാവാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലാ തഹ്കും ബൈനനാ ബിൽ അദ്ൽ ഞങ്ങൾക്കിടയിൽ നീതിപൂർവം നിങ്ങൾ വിധിക്കുന്നുമില്ല എന്ന് ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് എത്രമാത്രം തന്റെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാൻ സാധിക്കുമോ അത്രമാത്രം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോടാണ് ഒരു മനുഷ്യൻ ഒരു അവിവേകത്തിന്റെ വർത്താനം പറയുന്നത്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു ദേഷ്യം വരാണ്. എത്രമാത്രമാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മുകളിൽ ഒരു ശിക്ഷ നടപ്പിലാക്കും ഞാനിപ്പോ എന്നുള്ള രൂപത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എണീക്കുകയാണ്. ആ സമയത്ത് അടുത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ഫഖാല ലഹു അൽ ഹുർ ഒരു മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതാവേ, ഇന്നല്ലാഹ തആല ഖാല ലിനബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന്? ഖുദിൽ അഫ്വ നിങ്ങൾ മാപ്പ് കൊടുക്കുക, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, വഅ്മുർ ബിൽ ഉർഫ് അതുപോലെ ഏറ്റവും നല്ലത് നിങ്ങൾ കൽപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖുർആനിൽ അങ്ങനെയുണ്ട്. അതോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദേഷ്യം അങ്ങോട്ട് വിട്ടുപോകാണ്. അതോടുകൂടി ആളുകൾക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിട്ടുവീഴ്ച കൊടുക്കാണ്, മാപ്പ് കൊടുക്കാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിതത്തിലുടനീളം ആ മുൻഗാമികളുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ചകളാണ്. ആ വിട്ടുവീഴ്ച നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നതോടുകൂടി ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സ്ഥാനമാനങ്ങൾ താഴുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ ഒരു മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഇസ്സത്തല്ലാതെ അല്ലാഹു നൽകുകയില്ല എന്നാണ്. എന്താണ്? അവന്റെ ജീവിതത്തിൽ അവന്റെ പ്രതാപം, അവന്റെ അഭിമാനം അത് അല്ലാഹു ഉയർത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ് അതുപോലെ എളിമ കാണിക്കുന്ന ആളുകൾ, സൗമ്യത്തോടുകൂടി പെരുമാറുന്ന ആളുകൾ, അല്ലെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഒരു പുരുഷ സ്വഭാവം, ഒരു ഭാരിച്ച സ്വഭാവമാണ്. അല്ല, എളിമ സ്വഭാവമുള്ള ഏറ്റവും സൗമ്യമായ ആളുകളോട് പെരുമാറുന്ന ആളുകൾ അവരുടെ പദവി അല്ലാഹു ഉയർത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം രോഗം ബാധിച്ചുകൊണ്ട് അവസാനം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശം, വല്ലാത്തൊരു തിളക്കം. അപ്പൊ സ്വഹാബികളൊക്കെ വന്നുകൊണ്ട് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അബൂ ദുജാന എന്താണ് താങ്കളുടെ മുഖത്തിനൊരു ഈമാനികപരമായ വല്ലാത്തൊരു അത്ഭുതകരമായ ഒരു തിളക്കം കാണുന്നുണ്ടല്ലോ. അപ്പൊ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ അവസാന നിമിഷത്തിൽ ആ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുന്നത് കാണാം, എന്റെ അടുക്കൽ ഏറ്റവും ബലമുള്ള രണ്ട് കാര്യങ്ങളാണ് എന്റെ കയ്യിലുള്ളത്. എന്താണത്? ഒന്ന്, ഞാൻ അനാവശ്യമായി സംസാരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. മറ്റുള്ള കാര്യങ്ങളിൽ എടുത്തു ചാടിക്കൊണ്ട് അനാവശ്യമായി ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നില്ല. രണ്ടാമത്തേത്, എന്റെ ഖൽബിൽ നിന്ന് മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനോടും ആരോടും ഒരു വിശ്വാസിയോടും യാതൊരു തരത്തിലുമുള്ള മോശമോ വെറുപ്പോ മോശം ചിന്തയോ അസൂയയോ ഒന്നും തന്നെ എനിക്കുണ്ടായിരുന്നില്ല എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുന്ന നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അങ്ങനെ ത്വയ്യിബായ മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോ ചൂടേറിയ ഇലക്ഷൻ ചർച്ചകളിലും
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓട്ടങ്ങളിലുമാണ് ആളുകളുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വലുത് നമ്മുടെ പരലോകം. പലപ്പോഴും പരലോകത്തെ തകർക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയവും പാർട്ടി സ്പിരിറ്റുമൊന്നും ഒരു വിശ്വാസി എന്നോണം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇന്നക്കിന്ന് നമ്മൾ മരിച്ചാൽ അതേ നാം ചെയ്ത നമ്മളുടെ അമലുകൾ അതേ നമ്മളുടെ കൈകളിൽ ഉണ്ടാവുകയുള്ളൂ. പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗീബത്ത് പറച്ചിലും നമീമത്തുമൊക്കെ ഈ ഒരു വേളയിൽ പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പറയുന്നത് നമുക്ക് കേൾക്കാം. മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള ലൈംഗിക ആരോപണം, ആ നേതാക്കളെ കുറിച്ച്, ഈ നേതാക്കളെ കുറിച്ച്, അല്ലെ, സ്ത്രീകളെ കുറിച്ച്. എന്നാൽ ആ ലൈംഗിക ആരോപണം എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ വൻ പാപത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ചും മുഅ്മിനീങ്ങളായ സ്ത്രീകളെ കുറിച്ചുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആ നേതാക്കൾ, ഈ നേതാക്കൾ, ആ പാർട്ടിക്കാർ, പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ പാർട്ടി സ്പിരിറ്റ് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു രൂപത്തിലേക്ക് അതിനെ കൊണ്ടുപോകരുത്. അത് കൃത്യമായി കൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ എന്താണോ നമ്മളുടെ നിലപാടുകൾ, എങ്ങനെയായിരിക്കണം ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഇന്ന് പലപ്പോഴും സ്ഥാനാർത്ഥികൾ അവരൊക്കെ കൂടുതലും ഒരു സ്ത്രീ ശാക്തീകരണം എന്ന ഓമന പേരിട്ടുകൊണ്ട് കൂടുതൽ സ്ത്രീകൾ ആ രംഗത്തേക്ക് വരുന്നത് നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്ത്രീ ശാക്തീകരണമല്ല, മറിച്ച് സ്ത്രീകളെ തകർക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും വീടുകളിലും കഴിഞ്ഞ ഒരു ജീവിതത്തിൽ ഏറ്റവും നന്നായി ജീവിച്ചിരുന്ന പല സ്ത്രീകളും ഇത്തരത്തിലുള്ള രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വസ്ത്രധാരണകൾ മാറുന്നു. ഫ്ലക്സുകളിലും ബാനറുകളിലുമുള്ള അവരുടെ വസ്ത്രങ്ങൾ ഔറത്തില്ലാത്ത വസ്ത്രങ്ങളിലേക്ക് അവർ മാറുന്നു. അതുപോലെ അവരിങ്ങനെ പോയി പിന്നീട് ഒരുപാട് പുരുഷന്മാരോടൊപ്പവും അതുപോലെ തന്നെ പല ഇഴകിയ വേളകളിലൊക്കെ അവര് എത്തിച്ചേരേണ്ട അവസ്ഥകളിലൊക്കെ എത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ രംഗമൊക്കെ യഥാർത്ഥത്തിൽ സ്ത്രീകൾ യഥാവിധം ഒരു മുഅ്മിൻ എങ്ങനെയായിരിക്കണം എന്നുള്ള രൂപത്തിൽ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? ഒരു അന്യ സ്ത്രീയെ നമ്മൾ തൊടുന്നത് നമ്മളുടെ സ്വന്തം തലയോട്ടിയിൽ പച്ചക്കൊരു ആണി വെച്ചടിക്കുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ള പഠിക്കുമ്പോൾ അതിന്റെ ഗൗരവം അതെത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ആ ഒരു രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ, അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ് ആ അധികാര മോഹങ്ങളുമായി ആളുകൾ കടന്നു വരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരം എന്നുള്ളത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുന്ന വലിയ ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലിനോട് അധികാരത്തെ ചോദിച്ച സമയത്ത് റസൂൽ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് നിനക്കൊരു പക്ഷെ ഇത് താങ്ങാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി പറയുന്നത് നമുക്ക് കാണാം. ഒരു അധികാരം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അള്ളാഹു നമുക്ക് നൽകിക്കഴിഞ്ഞാൽ, അത് ഗുണകാംക്ഷയോടുകൂടി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നാളെ സ്വർഗത്തിന്റെ പരിമളം പോലും ആ ആളുകൾ ആസ്വദിക്കില്ല എന്ന് സ്വഹീഹായ ഹദീസിൽ വന്ന് നമുക്ക് കാണാം. അപ്പൊ ഒരു അധികാരം മൂലം നമുക്കൊരു പക്ഷെ എന്തുണ്ടാകാം, നരകം വരെ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. അപ്പോ അധികാരമോഹങ്ങളല്ല, കിട്ടിയാൽ അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല വിട്ടുവീഴ്ചകൾ ചെയ്ത് തൊയ്യിമായ സ്വഭാവത്തിന്റെ ഉടമകളായിക്കൊണ്ട് മരിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ആ ആളുകളുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ആ ഖബറിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആളുകളെ അവരുടെ യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് യഥാവിധത്തിൽ ഒരു ബോധവാന്മാരായ ആളുകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ മാറ്റുമാറാകട്ടെ.
അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് ആളുകൾ, ആ ആളുകളുടെയൊക്കെ എന്താണോ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മൾക്കിടയിൽ പ്രയാസങ്ങളാൽ, അതുപോലെ തന്നെ കടങ്ങളാൽ, ശാരീരിക മാനസികമായ പ്രയാസങ്ങളാലൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉപ്പ ഉമ്മമാർ, അനിയത്തി അനുജന്മാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. റബ്ബനാ അജിർനാ മിനന്നാർ, ربنا أجرنا من النار، ربنا أجرنا وأجر والدينا من النار، ربنا هب لنا من أزواجنا